ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അത് കാണുന്നതിലൂടെ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടും. അതെങ്ങനെയാണ്, എന്താ സംഭവം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ വീഡിയോ കാണും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് ഡേൻ്റെ കുറച്ച് ടിപ്സുകളാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മേ ബി നടക്കാറില്ല അല്ലേ. അത് ചില സാഹചര്യങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ നമ്മളുടെ മടിയും കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മോർണിംഗ് ഒക്കെ നല്ല അടിപൊളിയാക്കാൻ, നല്ല പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്സുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പ് അവസാനമുണ്ട്. അപ്പോൾ അതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാവിലെ നമ്മൾ നേരത്തെ എണീക്കണം. അത് മസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി പ്രൊഡക്റ്റീവ് ആകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ടൈം എക്സ്ട്രാ കിട്ടുന്ന പോലെ തോന്നും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു കാര്യമാണ് എന്ത് അതെ, നേരത്തെ എണീക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളിൽ പലർക്കും അത് മടിയാണ്, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നേരത്തെ എണീക്കാൻ നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താ? അതെ, ഫോൺ എടുത്ത് നോക്കും. അതൊരിക്കലും ചെയ്യരുത്. അത് നമ്മൾ ആ ദിവസം തന്നെ കൊളാക്കും. രാവിലെ എണീറ്റ ഉടനെ 1 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, ഫോണൊന്നും ഉപയോഗിക്കാതിരിക്കുക, ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ നോട്ടിഫിക്കേഷൻ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എന്തെങ്കിലും എമർജൻസി മെസ്സേജോ കോളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാണ് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കൊന്തം വന്നിട്ടും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ അടുത്ത് ഇൻസ്റ്റയിലേക്ക് പോകും, യൂട്യൂബിലേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഫോണിലങ്ങ് എൻഗേജ്ഡ് ആവും. പിന്നെ അതാ കിടക്കണം. നമ്മൾ രാവിലത്തെ നല്ല പ്രൊഡക്റ്റീവ് ആവേണ്ട ടൈം അവിടെ പോയി. പിന്നെ നമുക്ക് ഒന്നിനൊരു താല്പര്യം ഉണ്ടാവില്ല, നമുക്ക് ഓരോന്നിനൊരു മടിയാവും. അതുകൊണ്ട് അത് മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് ടൈം നമുക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് മാറ്റി വെക്കാം. അതിപ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടം ആ കാര്യം ചെയ്യണമെന്നല്ല, നമ്മളെ മൈൻഡിനെ കുറച്ച് നേരം ബിസി ആക്കാതെ, അതായത് എൻഗേജ്ഡ് ആക്കാതെ ഒന്ന് ഫ്രീ ആക്കി റിലാക്സ് ആയിട്ട് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. അപ്പോൾ നമ്മളെ ബോഡി ഒന്ന് വർക്കൗട്ട് ആവും, അതേപോലെ തന്നെ നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ, എന്തായാലും ചെയ്ത് നോക്കും, ബെനിഫിറ്റാണ്. പിന്നെ ഇതിൽ തന്നെ പെടുന്നതാണ് വാക്കിങ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാക്കിങ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി ഒന്നും കൂടി ഒരു ആക്റ്റീവ് ആവുകയാണ്. സോ വാക്കിങ് മിസ് ചെയ്യരുത്. നമ്മുടെ നാലാമത്തെ പോയിൻ്റ് ഓക്കെ, നമ്മളെ മൈൻഡിനെ ഓക്കെ ആക്കി, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഒന്ന് പ്രൊഡക്റ്റീവാക്കി. ഇനി നമുക്ക് ബോഡീൻ്റെ അകത്തേക്കും കൂടി ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കാം. നല്ല സുഖം. കാരണം എന്താണെന്ന് പറയുക, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൂടെ ആ വെള്ളം ഇങ്ങനെ പോകും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അടിപൊളി എഫക്റ്റീവാണ്. അത് രാവിലെ എന്ന് മാത്രമല്ല, ഫുൾ ഡേ നമ്മൾ എപ്പോഴും നമ്മളെ ലൈഫ് റൊട്ടീനിൽ എപ്പോഴും മസ്റ്റായിട്ട് വേണ്ടതാണ് വെള്ളം കുടിക്കുന്ന ഒരു ശീലം. അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റി. അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ജേണൽ എഴുതുക എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡിൽ എന്താണോ അത് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. നല്ല അടിപൊളി ഒരു സെറ്റ് ഫീലാണ് കേട്ടോ ജേണൽ എഴുതുമ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നതിനും ജേണൽ എഴുതാനുള്ള എക്സസറീസ് ഒന്നും എൻ്റെ അടുത്തില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു യൂട്യൂബിലൊക്കെ ഒരു ജേണൽ എന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് സ്റ്റിക്കേഴ്സും ക്യൂട്ടാക്കിയിട്ടും അടിപൊളിയാക്കിയിട്ടും ഒക്കെ ഉള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാകട്ടെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അത്രയ്ക്ക് എൻ്റെ അടുത്ത് ചെയ്യാനില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കാതെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴായിക്കോട്ടെ, ജേണലല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴായിക്കോട്ടെ, നമുക്ക് എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളത് പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു പാനും ഒരു ബുക്കും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങളത് വെച്ചിട്ട് ജേണൽ എഴുതുക. അല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈൻഡിലുള്ള തോട്ടും കാര്യങ്ങളും ആ ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ജേണൽ മോർണിംഗിൽ തുടങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നൈറ്റിലും ചെയ്യാം, അടിപൊളിയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ എന്നും രാവിലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.
നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്, നമുക്ക് എന്താണ് അച്ചീവ്മെൻറ്റ് ചെയ്തത്, നമ്മളെ ഫോക്കസ്, നമ്മളെ ഡ്രീം എന്താണോ അത് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ബോർഡ് അങ്ങനെ ഒരു സംഭവമല്ലേ, അപ്പോൾ അതുണ്ടെങ്കിൽ അത് നോക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ വെറുതെ എഴുതി വയ്ക്കുക. രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് വായിക്കുക. എന്നും രാവിലെ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് ഇങ്ങനെ വേഗം ഇപ്പോൾ എത്തും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് വരും. അതിലേക്ക് എത്താനുള്ളൊരു ക്യൂരിയോസിറ്റി, എനിക്ക് അതാവണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് വരും. അതേപോലെ തന്നെ ഈ രാവിലെ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കൊരു ആ ദിവസം മൊത്തം നമുക്കൊരു പോസിറ്റീവായിരിക്കാൻ മേ ബി സഹായിച്ചേക്കാം. അത് രാവിലെ തന്നെ നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ആ ദിവസം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ അത് മറക്കാതെ കാണാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.